ഇൻഫാം ഉപ്പുതറ താലൂക്ക് രാജഗിരി ഗ്രാമസമിതി അസംബ്ലി നടന്നു. കോതപാറ ക്രിസ്തുരാജ് ഓഡിറ്റോറിയത്തിൽ നടന്ന അസംബ്ലി ഇൻഫാം ഉപ്പുതറ താലൂക്ക് രക്ഷാധികാരി ഫാദർ സെബാസ്റ്റ്യൻ മുതുപ്ലാക്കൽ ഉദ്ഘാടനം ചെയ്തു. കർഷകർ ഒരുമിച്ച് നിന്നാൽ സമൂഹത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാനാവും എന്നതിന്റെ തെളിവാണ് ഇൻഫാം എന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ ഫാദർ സെബാസ്റ്റ്യൻ മുതുപ്ലാക്കൽ പറഞ്ഞു. സമൂഹത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെടാൻ സമയക്കുറവുള്ളതുകൊണ്ട് പരമ്പരാഗത നേരം കാത്തതുകൊണ്ട് സ്വന്തം കാര്യം മാത്രം അന്വേഷിക്കുന്നു. അതുകൊണ്ട് തന്നെ കർഷകരെ അവഗണിക്കാൻ മറ്റ് പ്രസ്ഥാനങ്ങൾക്ക് വളരെ എളുപ്പമാണ്. അങ്ങനെ ഒരു അവഗണന നമ്മൾ കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരുന്നതിലുമാണ്. എന്നാൽ ഇപ്പോൾ കഥ മാറി. നമ്മളും സംഘടിക്കാൻ കഴിവുള്ളവരാണ് എന്ന് സ്വന്തം പറമ്പിനപ്പുറത്തേക്ക് കാർഷിക വൃത്തിയുടെ ഔന്നത്യം ഉയർത്തിപ്പിടിക്കാനും കർഷകരുടെ അന്തസ്സ് പൊതുസമൂഹത്തിന് മുമ്പിൽ പ്രകടിപ്പിക്കാനും ഒക്കെ എന്റെ സമയവും രാജകീയവും കഴിവും ഒക്കെ പ്രകടിപ്പിക്കാൻ ഞാൻ സന്നദ്ധയാണ് എന്ന് പ്രഘോഷിച്ചുകൊണ്ടാണ് ഇൻഫാമിലേക്കുള്ള 15 മുതൽ 25 വരെ കുടുംബാംഗങ്ങളാണ് ഇൻഫാമിന്റെ ഒരു യൂണിറ്റ്. വളകോട് മുതൽ കിഴുകാനം വരെയുള്ള 20 യൂണിറ്റുകളിലെ 5 എക്സിക്യൂട്ടീവ് അംഗങ്ങൾ വീതമാണ് അസംബ്ലിയിൽ പങ്കെടുത്തത്. നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും കൃഷിക്കാരുടെ ഉന്നമനത്തിനും ആവശ്യമായ റിപ്പോർട്ട് യൂണിറ്റ് അസംബ്ലിയിൽ ചർച്ച ചെയ്തു. താലൂക്ക് ജില്ലാ സമിതികളിൽ ചർച്ച ചെയ്തതിനു ശേഷം ഉചിതമായ തീരുമാനം കൈക്കൊള്ളുകയുള്ളൂ. യൂണിറ്റിന്റെ പേരെഴുതിയ പ്രത്യേകം തയ്യാറാക്കിയ ഇരിപ്പിടങ്ങളിലാണ് അംഗങ്ങൾ അസംബ്ലിയിൽ പങ്കെടുത്തത്. ഉദ്ഘാടന യോഗത്തിൽ ഇൻഫാം ഉപ്പുതറ താലൂക്ക് ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ പെരുന്നിലത്ത് അധ്യക്ഷനായിരുന്നു. ഇൻഫാം താലൂക്ക് ഡയറക്ടർ ഫാദർ തോമസ് പട്ടർകാലായിൽ മുഖ്യ പ്രഭാഷണം നടത്തി. ഇൻഫാം താലൂക്ക് കോർഡിനേറ്റർ ജോസ് വടക്കേടത്ത് മറുപടി പ്രസംഗം നടത്തി. രാജഗിരി ഗ്രാമസമിതി പ്രസിഡന്റ് സജി മാടശ്ശേരി, സെക്രട്ടറി ജോയി മുതുപ്ലാക്കൽ, ഷിബു ജോസഫ്, ജോയി കട്ടക്കയം, മാത്യു കുളങ്ങര, ബിജു തോമസ്, മഹിളാ സമാജം പ്രവർത്തകരായ എൽസമ്മ ബിജു, മനോജ് മംഗലത്തിൽ, ജിജി ജെറോയി എന്നിവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ.